പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അള്ളാഹുവിനോട് ഒരു 9 കാര്യങ്ങൾ ദുആ ചെയ്ത് വാങ്ങുന്നുണ്ട്. അള്ളാഹു ഇജാബത്തും കൊടുക്കുന്നുണ്ട്. ആ 9 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഇബ്ലീസ് എന്താ ദുആ ചെയ്തത്, അള്ളാഹ് എന്താ മറുപടി കൊടുത്തത്, നിർബന്ധമായിട്ട് നമ്മൾ ഇന്ന് തന്നെ അറിയണം. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ, നമ്മൾ ഭൂരിഭാഗം ആളുകളും ഈ ലോകത്തും പരാജയപ്പെടും, ഖബറിലും തോറ്റുപോകും, നാളെ നരകത്തിൽ പോകേണ്ടി വരും. അപ്പോൾ നമ്മുടെ അമലുകൾ, പ്രത്യേകിച്ച് പോലീശാക്കപ്പെട്ട മാസങ്ങളല്ലേ, ഇബ്ലീസ് ദുആ ചെയ്തത് എന്താ, അള്ളാഹിൻ്റെ ഇജാബത്ത് എന്താ, നമ്മൾ ഈ കുടുക്കത്തിൽ പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത്, നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജിജ്ഞാസയുള്ള ഹദീത്താണ്. നമുക്ക് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഒരു ലോക ആഫിയത്തും സലാമത്തും ബറക്കത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പോലീശിയാക്കപ്പെട്ട റജബിൻ്റെ പ്രധാനപ്പെട്ട രാവുകളിലൂടെ, പ്രത്യേകിച്ച് അതിൻ്റെ അവസാനത്തെ മൂമെൻറ്റ്, ചില്ലറ ദിവസമേ നമുക്ക് ബാക്കിയുള്ളൂ. ഈ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതുമായ ഒട്ടനവധി വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചാൻസ് കിട്ടിയപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അതായത് പിശാച് അള്ളാഹിനോട് ദുആ ചെയ്തു. അള്ളാഹിനോട് ദുആ ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ്, ഒരു മഖ്ലൂക്കാണ്, അടിമയാണ് എന്നുള്ള നിലക്ക് അള്ളാഹു ഇജാബത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഹിക്മത്ത് എന്താ? എന്തിനാ അള്ളാഹു അങ്ങനെ ഇജാബത്ത് കൊടുത്തത്? എന്തിനാ ഇബ്ലീസിന് ഇങ്ങനെ ആയുസ് കൊടുത്തത്? എന്തിനാ ഇബ്ലീസിനെ പടച്ചത്? ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്. അതുകൂടെ യഥാർത്ഥത്തിൽ ഇബ്ലീസ് ഉള്ളതിനോട് കൂടെ ഒരുപാട് ലാഭം ഈ ലോകത്ത് കൊയ്യുന്നത് യഥാർത്ഥ മുഅ്മിനീങ്ങളാണ്, മുത്തഖീങ്ങളാണ്. പറഞ്ഞില്ലേ, വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞില്ലേ, എൻ്റെ മുഖ്ലിസീങ്ങളായ ഇബാദുകളെ നിനക്ക് തൊടാൻ പറ്റൂല. കാരണം അവർ മുഖ്ലിസീങ്ങളായത് നീ ഉള്ളത് കൊണ്ടാണ്. നിന്നെയൊക്കെ തട്ടി മാറ്റിയിട്ട് ഞാൻ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് എന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക് വന്നത് നീ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് അള്ളാഹിനോട് ദ്വാരക്കുന്നുണ്ട്, ആ ദുആ സ്വീകരിക്കുന്നുണ്ട്, കബൂലാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു പ്രത്യേകമായ ഒരു ജാഗ്രത പാലിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ഹദീസ് അബൂ ഉമാമത്ത് അൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഹദീത്താണ്. യഹ്യായിലടക്കം ഇമാം ഗസാലി തങ്ങളടക്കം ഈ ഹദീത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പ്രഗത്ഭമാണ്. എന്താ ഈ ഹദീത്തിൽ പറയുന്നത്? ഇന്ന ഇബ്ലീസ ലമ്മാ നസല ഇലൽ അർദി, ഇബ്ലീസിനെ ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയ സന്ദർഭം ഉണ്ടല്ലോ, സ്വർഗത്തിൽ നിന്ന് ഗെറ്റ് ഔട്ട് വെച്ച സന്ദർഭം. അങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ കാല, ഇബ്ലീസ് ദുആ ചെയ്തു, അള്ളാഹിനോട് തേടാൻ തുടങ്ങി, ആവശ്യപ്പെടാൻ തുടങ്ങി. യാ റബ്ബി അൻസൽതനി ഇലൽ അർദി വജഅൽതനി റജീമ, എന്നെ ഭൂമിയിലേക്ക് ഇറക്കി, നീ വളരെ ആട്ടി ഓടിച്ചവനായി, നിസ്സാരക്കാരനായി എന്നെ മാറ്റിക്കളഞ്ഞു, ഞാൻ ഒന്നുമല്ലാണ്ടായി. അതുകൊണ്ട് ഫജ്അലി ബൈത്ത, എനിക്ക് ഒരു വിലയുമില്ലാതെ നീ എന്നെ ഈ ദുനിയാവിലേക്ക് കൊണ്ടുവന്ന് ഇട്ടു, എനിക്കിവിടെ പാർക്കാൻ വീട് വേണം, എനിക്ക് വീട് സൗകര്യം ചെയ്തു തരണം. അള്ളാഹിനോട് കെഞ്ചി ഇബ്ലീസ് ചോദിച്ചു. അപ്പോൾ അല്ലാഹു ഖാല അൽ ഹമ്മാമു, കുളിപ്പുരകൾ, ബാത്റൂമുകൾ നിൻ്റെ വീടാണ്. അപ്പോൾ ഇബ്ലീസിൻ്റെ പ്രൈവറ്റ് വീട് ബാത്റൂമാണ്. നേരത്തെയൊക്കെ പുറത്ത് പോയിട്ടോ കടവിൽ പോയിട്ടൊക്കെ നമ്മൾ കുളിക്കും, കുളത്തിൽ പോയിട്ടൊക്കെ കുളിക്കും. അതേപോലെ നമ്മുടെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ, നമ്മളുടെ മലമൂത്ര വിസർജന സംഗതികളെല്ലാം പുറത്തു പോയിട്ട് അല്ലേ, പ്രത്യേകമായ ഏരിയ പഴയ കാലത്തൊക്കെ. ഇപ്പോൾ എല്ലാം നമ്മളുടെ റൂം അറ്റാച്ച്ഡാണ്, ബാത്റൂം അറ്റാച്ച്ഡാണ്, ടോയ്ലറ്റ് എല്ലാ സൗകര്യമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പിശാചിൻ്റെ വീട് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ആ ഒരു ബോധം നമുക്ക് വേണമെന്നാണ് ഈ ഹദീസിലൂടെ മനസ്സിലാക്കി തരുന്നത്. അൽ ഹമ്മാമു, കുളിപ്പുരകൾ, ബാത്റൂമുകൾ ഇബ്ലീസേ നിൻ്റെ വീടാണ്. അപ്പോൾ കൃത്യമായി പ്രോപ്പറായി ദിക്റുകൾ ചൊല്ലാതെ, ഇടതുകാൽ വെക്കാതെ, തലമറയ്ക്കാതെ പോകുന്ന ശൈലി നമുക്കോ മക്കൾക്കോ ഉണ്ടെങ്കിൽ അത് പൈശാചികമായ എഫക്റ്റുകൾ ഉണ്ടാകാൻ, പല രോഗങ്ങളും പല പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാൻ കാരണമാകും. ആ വീട്ടിൽ തന്നെ പിശാചിൻ്റെ വീട് നമ്മുടെ വീടിനകത്ത് സംവിധാനം, നമ്മുടെ സൗകര്യം അങ്ങനെയാണല്ലോ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ആ വീട് മുഴുവൻ പിശാചിന് സൗകര്യപ്പെടുന്ന അല്ലെങ്കിൽ അധീനതപ്പെടുത്തുന്ന തരത്തിൽ നമ്മളാകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ പിശാചിന് ഒരു സ്വൈര്യവിഹാരം, അതായത് അവിടെ സന്തോഷകരമായി പാർക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ദിക്റുകളോട് കൂടെയാണ് കയറേണ്ടതും. നമ്മൾ പുറത്തിറങ്ങിയിട്ടും ദിക്റുകളെല്ലാം ഏതൊക്കെയാണോ വേണ്ടത് അതൊക്കെ നമ്മൾ പാലിക്കണം. അത് പ്രത്യേകിച്ച് പരിഗണിക്കണം. നമ്മുടെ ഹമ്മാം, കുളിപ്പുരകളുടെ, ബാത്റൂമുകളുടെ ഡോർ നമ്മൾ ക്ലോസ് ചെയ്തിടണം. അത് ടോയ്ലറ്റ് ആണെങ്കിലും കേവലം കുളിപ്പുരയാണെങ്കിൽ പോലും നമ്മൾ ഡോറുകൾ അലക്ഷ്യമായിട്ട് തുറന്നിടുക. ആ ഒരു ശൈലി മക്കളൊക്കെ ശീലിച്ചു വരിക. തീർച്ചയായിട്ടും പല രോഗാണുക്കളും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ കാരണമാകും. അവിടെ വൃത്തികേടാകുന്നൊരവസ്ഥ. ടോയ്ലറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ബാത്റൂമൊക്കെ ക്ലീനായി കിടക്കേണ്ടതാണ്, കൃത്യമായിട്ട് വൃത്തിയായിട്ട് കിടക്കണം, അല്ലെങ്കിൽ നിത്യരോഗികളാകും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അൽ ഹമ്മാമു,
കുളിപ്പുരകൾ നിൻ്റെ പാർപ്പിടമാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇനി ഖാല, എന്നിട്ട് ഇബ്ലീസ് അള്ളാഹിനോട് അടുത്ത നെക്സ്റ്റ് ചോദ്യം ദുആ ചെയ്യുന്നുണ്ട്, ഇജ്അലി മജ്ലിസ, എനിക്ക് ഇരിക്കാൻ വേണ്ടി ഒരു മജ്ലിസ് വേണം. നിൻ്റെ മുഅ്മിനീങ്ങളായ ആളുകൾ ദിക്ർ ചൊല്ലാൻ വേണ്ടി ഖുർആൻ ഓതാൻ വേണ്ടിയൊക്കെ മജ്ലിസുകളിലും പള്ളികളിലൊക്കെ ഇരിക്കുമല്ലോ, എനിക്കൊരു മജ്ലിസ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇബ്ലീസിനോട് അള്ളാഹു പറയുന്നു, അൽ അസ്വാഖു വ മജാമിഉ തുർക്ക്. അസ്വാഖ് ടൗണുകളുണ്ടല്ലോ, ചന്തകൾ, പട്ടണങ്ങൾ, അതേപോലെ തന്നെ ജൻഷൻ കവല, 4 കൂടി കവല, 3 കൂടി കവല, ജൻഷൻ, അവിടെയെല്ലാം നിൻ്റെ മജ്ലിസാണ്. അപ്പോൾ ഇബ്ലീസിന് ഇരിക്കാൻ പറ്റുന്ന ഭാഗമാണ് ഏത് ഭാഗം? നമ്മളുടെ കവലയുടെ ജൻസലിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അവിടെ മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളെ ആരെയെങ്കിലും നിങ്ങൾ ഈ കവലയിൽ, ഈ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോയി വരിക എന്നല്ലാതെ അവിടെ ബഡായും ഫിത്നയും ഫസാദും കുറ്റവും കുറവൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ കൂടി, അങ്ങനെ ഒരുമിച്ച് കൂടി എപ്പോഴും അവിടെ ഉണ്ടാവും. അത് പൈശാചികമായ രീതിയാണ്. പിശാച് സ്വാധീനിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാലിഹീങ്ങൾ അവിടെ കാണില്ല. ഒന്നുകിൽ വീട്ടിൽ കാണും, അല്ലെങ്കിൽ പള്ളി കാണും. പിന്നെയോ ടൗണിലും ജൻസലിലും കാണുന്ന അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും കാണാനോ സാധനങ്ങൾ വാങ്ങാനോ, അല്ലാതെ അവിടെ ചുറ്റിത്തിരിയുക, ടൈം പാസിന് വേണ്ടി അവിടെ ഇരുന്നിട്ട് കമൻറ്റ് പറയുക, ഈ ജാതി ഇടപാടുകൾ ഉണ്ടാകില്ല. കാരണം അത് ഇബ്ലീസിൻ്റെ മജ്ലിസാണ്. ഇബ്ലീസാണ് ആ മജ്ലിസിനെ നിയന്ത്രിക്കുന്നത്. ഭയങ്കര അപകടകരമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ മജാമിഉ തുർക്ക്, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന വഴിയോരങ്ങൾ, അവിടെയെല്ലാം പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. വളരെ ശ്രദ്ധിക്കണം. അത് ഇബ്ലീസിന് അള്ളാഹു വകവെച്ചു കൊടുക്കുക. അത് തട്ടിയെടുക്കാൻ നോക്കരുത് നമ്മളാരും. ആ ജാതി കാക്കായ ആവരുത് നമ്മളെന്നാണ് പറയുന്നത്. അള്ളാഹു കാക്കട്ടെ. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസിൻ്റെ അടുത്ത ദുആ, അല്ലാഹുമ്മ ഇജ്അൽ ലി തുആമ, എനിക്ക് ഫുഡ് വേണം. ഭക്ഷണം കഴിക്കാതെ പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അത് ജിന്നാണെങ്കിലും മനുഷ്യനാണെങ്കിലും ഫുഡ് കഴിക്കണം. ജിന്നുകൾക്ക് ഭക്ഷണമുണ്ട്, മനുഷ്യർക്ക് ഭക്ഷണം ഉള്ളതുപോലെ തന്നെ ജിന്നുകൾക്ക് ഭക്ഷണമുണ്ട്, വെറൈറ്റി ആണെന്ന് മാത്രം. അപ്പോൾ ഫുഡ് വേണമെന്ന് പറയുന്നുണ്ട് ദുആയിൽ. അപ്പോൾ ഖാല തുആമുക മാലം യുദ്കിറു ഇസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ പേര് ബിസ്മി ചൊല്ലാതെ ആളുകൾ കഴിക്കുന്ന ഫുഡിലൊക്കെ നിനക്ക് ചേരാം. അതൊക്കെ നിൻ്റെ കൂട്ടുകാരുടെ ഫുഡാണ്, അല്ലെങ്കിൽ നിൻ്റെ സ്പെഷ്യൽ ഫുഡാണ്. ആ ബിസ്മി ചൊല്ലാതെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ നിർബന്ധമായും ഇബ്ലീസിൻ്റെ ആഹാരമാണ്. പിന്നെയോ ഹലാലല്ലാതെ അറുക്കപ്പെടുന്ന, ഇപ്പോൾ കോഴിയാണ്, അല്ലെങ്കിൽ മട്ടനാണ്, അല്ലെങ്കിൽ പിന്നെ നല്ല പോത്തിറച്ചിയാണ്, കാളയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ നിയമമനുസരിച്ച് അറുക്കപ്പെടാത്ത, അതായത് കൃത്യമായി അന്നനാളം ശ്വാസനാളം മുറിയാതെ ചുമ്മാ അങ്ങനെ കാണിച്ചിട്ട് എറിഞ്ഞിടുന്ന പരിപാടി ഉണ്ടല്ലോ, അത് കോഴിയാണെങ്കിലും പ്രത്യേകിച്ച് അത് കൃത്യമായിട്ട് അതിൻ്റെ അറവ് ശരിയാകാതെ അറുത്താൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നജിസാണ്, അത് ഇബ്ലീസിൻ്റെ ആഹാരമാണ്. അത് കഴിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അയാളും അയാളുടെ മക്കളും ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഈ ഭാഗം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയത്. വിശാലമായിട്ട് പറയേണ്ട ഭാഗമാണ്, ഞാൻ ഓടിച്ചു പറഞ്ഞു പോവാൻ. പിന്നെ കഴിക്കുമ്പോൾ ബിസ്മി എല്ലാം മറക്കുക ഒരിക്കലും പാടില്ല. അത് പ്രത്യേകിച്ച് ഓർക്കണം. കൂട്ടത്തിൽ നമ്മൾ വീട്ടിലൊക്കെ ഡൈനിങ് ടേബിളിലൊക്കെ ആഹാരം കഴിക്കുമ്പോൾ, കൂട്ടത്തിൽ കല്യാണത്തിനൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി ഉറക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് സുന്നത്താണ്. ബാക്കിയുള്ളവർക്ക് ഓർമ്മ വരും, ആ പുണ്യം കൂടെ കിട്ടും, ഈ ഉറക്ക പറഞ്ഞ സുന്നത്തും കിട്ടും. പ്രത്യേകിച്ച് മക്കളോടൊക്കെ കൃത്യമായിട്ട് ബിസ്മില്ലെന്ന് ചോദിക്കണം. ഇടയ്ക്ക് ഓർമ്മ വന്നാൽ എന്ത് ചെയ്യണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവ്വലഹു ആഖിറഹു, അങ്ങനെ പറയേണ്ടത്. ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു എന്ന് പറഞ്ഞ് ഷോർട്ടാക്കണ്ട, നമ്മൾ ഫുള്ളാക്കിക്കോ. ഇമാമുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്, അതിന് വലിയ കൂലിയാണ്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവ്വലഹു ആഖിറഹു, അത് പറയാൻ ഇടവരരുത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചൊല്ലണം, ഓരോ ഉരുളയിലും ചൊല്ലണം, ഓരോർക്ക് വെള്ളം കുടിക്കുമ്പോഴും ചൊല്ലലൊക്കെ ഭയങ്കര പുണ്യമാണ്. കഴിവിൻ്റെ പരമാവധി സ്റ്റാർട്ടിങ്ങിലെങ്കിലും ചെല്ലണം. അതില്ലെങ്കിൽ പിശാചിൻ്റെ ആഹാരമായി മാറും. അല്ലാഹുമ്മ, പിന്നെയോ ഖാല ഇജ്അൽ ലി ശറാബ, ഭക്ഷണം മാത്രം പോരല്ലോ, വെള്ളം കുടിക്കണ്ടേ? എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് വേണം എണീറ്റ് കിടക്കാൻ, ചോദിച്ചു ഇബ്ലീസ്. അപ്പോൾ അള്ളാഹു പറയുന്നത്, കുല്ലു മുസ്കിരിൻ, എല്ലാ ലഹരി കലർന്നിട്ടുള്ള സകല പാനീയങ്ങളും, അത് ബോട്ടിൽ വന്നാലും ചില്ലുകുപ്പിയിൽ വന്നാലും അത് പിന്നെ പ്ലാസ്റ്റിക് കുപ്പിയിൽ വന്നാലും, ലഹരി കലർന്നിട്ടുള്ള എല്ലാ പാനീയങ്ങളും നിൻ്റെ കുടിക്കാൻ ഡ്രിങ്ക്സാണ്. അത് പൈശാചികമായ ഇബ്ലീസിൻ്റെ വെള്ളമാണ്, ലഹരി കലർന്നിട്ടുള്ള എല്ലാം. ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പാനീയം കുടിക്കുന്നതിൽ മാത്രമല്ല, അത് നാവിൻ്റെ അടി ചുണ്ടിൻ്റെ അടിയിൽ വെക്കുന്ന സംഭവമാണ്. നല്ല ഡ്രൈവ് ചെയ്യുമ്പോൾ അത് വേണം, അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ പണിയെടുക്കുമ്പോൾ അത് വേണം. പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കൽബിൽ നെഞ്ചു പൊട്ടിപ്പോയ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് പലപ്പോഴും. പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി സുബഹിൻ്റെ ജമാഅത്തിന് വരുന്നവരെ ഒളു എടുക്കാൻ വേണ്ടി വന്ന് ടാപ്പിൻ്റെ ചോട്ടിൽ, ഹൗദിൻ്റെ ചോട്ടിൽ വന്നിട്ട് ഇതിങ്ങനെ ഹാൻസോ എന്താ സംഭവം, ആ സംഭവം ഇങ്ങനെ എടുത്തൊഴിവാക്കിയിട്ട് ഒളു എടുക്കുക. എത്ര വലിയ ദയനീയമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. സുബൈക്ക് വരുന്ന, ആലോചിച്ച് നോക്കി, സുബൈക്ക് വരുന്ന ആളാണെന്ന് വിചാരിക്കണം, പക്ഷെ അഡിക്റ്റായിപ്പോയി. അത് ഇബ്ലീസിൻ്റെ പിടുത്തത്തിലുള്ള മനുഷ്യനാണ്.
ഭയങ്കര അപകടം ചെയ്യും. നിർബന്ധമായും തല പോയാലും ആ ഇടപാട് ഒഴിവാക്കണം. അള്ളാഹിനോട് ദ്വാരക്കണം, നമ്മളൊന്ന് തീരുമാനിക്കണം അത് ഒഴിവാക്കണമെന്ന്. അങ്ങനെയാണ്, അങ്ങനെ നമ്മൾ എല്ലാറ്റിനും ഒഴിവാക്കണം. അത്തരം കാര്യങ്ങൾ അപകടകരമാണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കേട്ടോളൂ, ഇജ്അലി മുഅദ്ദിന, ഞാനിങ്ങനെ ഇടപാടായിട്ട് നടന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി ഒരു ബാങ്ക് കൊടുക്കുന്ന ആൾ വേണം. നിൻ്റെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന പോലെ എൻ്റെ സ്ഥാപനത്തിലേക്കും എൻ്റെ ഇടപാടിലേക്കും ആളുകൾ വരാൻ വേണ്ടി ക്ഷണിക്കണമല്ലോ. അതിൻ്റെ ഒരു മുഅദ്ദിൻ വേണം, വിളിച്ചു പറയുന്ന ആൾ വേണം. അൽ മസാമീറു, അത് മ്യൂസിക് എക്സ്ട്രുമെൻറ്റ്സ് ആണ്. അതായത് ഹറാമായ വാദ്യോപകരണങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സ്ഥിരമായിട്ട് മ്യൂസിക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, അതിന് അഡിക്റ്റ് ആവുക, മ്യൂസിക് ചേർത്ത പാട്ടുകൾ സ്ഥിരമായിട്ട് കേൾക്കുക, ഹറാമായ മ്യൂസിക്കുകളാണെങ്കിൽ തീർച്ചയായും അത് എന്താകും അത് നമ്മുടെ ശരീരത്തിൽ നിഫാക്ക് ഉണ്ടാക്കുമെന്നാണ്. അൽ ഗിനാഉ യുംബിത്തു നിഫാഖ ഫിൽ ഖൽബ്. യഹ്യയിലൊക്കെ കാണാലോ, ഹൃദയത്തിൽ കാപ്പട്ടി ഉണ്ടാക്കുക, ഈമാൻ മരിച്ചു. എപ്പോഴും ഇങ്ങനെ മ്യൂസിക്കിന് അഡിക്റ്റ് ആവുക, അത് ഇബ്ലീസിൻ്റെയാണ്. ഹറാമായ മസാമീറുകൾ അത് ഇബ്ലീസിൻ്റെ പള്ളിയിൽ ബാങ്ക് കൊടുക്കലാണ് ഈ മസാമീർ. അതേപോലെ തന്നെ അടുത്ത ചോദ്യം, ഖാല ഇജ്അലി ഖുർആന, എനിക്ക് ഖുർആൻ വേണം. അതായത് പാരായണം ചെയ്യപ്പെടാൻ ആളുകൾക്ക് ഞാൻ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു വായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഗ്രന്ഥം വേണം, വായിക്കപ്പെടാൻ ആളുകൾക്ക് കൈമാറണമല്ലോ. അപ്പോൾ അശ്ശഉറു എന്നാ പറഞ്ഞത്. ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ മദ്ഹ് ഗാനങ്ങളുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രചോദനം നൽകുന്ന ഗാനങ്ങളുണ്ട്, മനോഹരമാണ്. അക്കൂട്ടത്തിൽ എന്ത് ചെയ്യുക, സ്ത്രീകളുടെ ശരീരത്തിൻ്റെ ഭംഗി വർണ്ണിക്കുന്ന, അല്ലെങ്കിൽ പ്രേമം തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഹറാമിലേക്കും വ്യഭിചാരത്തിലേക്കും പ്രേമത്തിലേക്കൊക്കെ മനസ്സ്, അള്ളാൻ്റെ ദീന് പൊരുത്തല്ലാത്ത ഭാഗത്തേക്ക് മനസ്സിനെ ആകർഷിക്കുന്ന പാട്ടുകളുണ്ടല്ലോ, അത് ഇബ്ലീസിൻ്റെ ഖുർആനാണ്, ഇബ്ലീസിൻ്റെ ഗ്രന്ഥത്തിൻ്റെ വരികളാണ്. അത് പറ്റില്ല എന്ന് തന്നെയാണ്, അപകടം ചെയ്യും. അള്ളാഹു കാക്കട്ടെ. നീ കേട്ടോളൂ പ്രിയപ്പെട്ടവർ, വിശദീകരിക്കേണ്ട ഭാഗമാണ്, ഞാൻ ഷോർട്ടാക്കാണ്. ഇജ്അലി കിതാബ, എനിക്കൊരു കിതാബ് വേണം. കിതാബ് എന്ന് പറഞ്ഞാൽ എഴുത്ത് വേണം. ഇബ്ലീസിൻ്റെ എഴുത്തുണ്ട്. ഇബ്ലീസിൻ്റെ എഴുത്ത് കണ്ടിട്ടുണ്ടോ? അത് അൽ വസ്മു എന്നാണ്. പച്ചകുത്തി ശരീരത്തിലൊക്കെ, അത് ഇബ്ലീസിൻ്റെ എഴുത്താണ്. അത് നമുക്ക് പറ്റില്ല, തീരെ പറ്റില്ലാത്ത സംഗതിയാണ്. അത് ഇബ്ലീസിൻ്റെ എഴുത്താണ്. അത് ഇത് മാറി നിൽക്കണം. ജഅലി ഹദീഥ, എനിക്ക് സംസാരിക്കാൻ വേണ്ടി വാക്കുകൾ വേണം. ഞാൻ ഏത് ടോപ്പിക്കാണ് പറയേണ്ടത്? അപ്പോൾ അള്ളാഹു പറഞ്ഞു, അൽ കദിബു, നുണയാണ് നിൻ്റെ സംസാരം. ഇബ്ലീസ് വായെടുത്ത നുണയെ പറയുള്ളൂ. അപ്പോൾ വായെടുത്ത നുണ പറയുന്ന ആളുകളുണ്ട്, സൗകര്യം കിട്ടുമ്പോൾ നുണ പറയുന്നവരുണ്ട്, കച്ചവടത്തിന് നുണ പറയുന്നവരുണ്ട്, കുടുംബത്തിൽ നുണ പറയാമെന്ന് പറയുന്ന സംഗതി എവിടെ വന്നാലും പ്രിയപ്പെട്ടവരെ, അത് ഇബ്ലീസിൻ്റെ വർത്തമാനമാണ്. അത് അപകടകരമാണ്. അത് നരകത്തിലേക്കേ പോകുള്ളൂ. പിന്നെ നുണ പറയാൻ വേണ്ടി അവസരം തന്നിട്ടുണ്ട്, അതെന്തിനാ? നന്മയ്ക്ക് വേണ്ടി നുണ പറയാനൊന്നും പറ്റില്ല. പിന്നെ രണ്ട് കുടുംബക്കാർ, രണ്ട് വ്യക്തികൾ, രണ്ട് പാർട്ടികൾ തമ്മിൽ ഭിന്നിച്ച് അകന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് പേരെ ചേർക്കണമെങ്കിൽ ഇടയിൽ ഒരു നുണ പറയണം. അതായത് എന്തെങ്കിലും നുണ ഒരു ഭാഗത്തിൻ്റെ അടുത്ത് നിങ്ങളെക്കുറിച്ച് അവർ പറയുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് 1000 നാവാ, നിങ്ങളെക്കുറിച്ച് നല്ല ബഹുമാനം, എനിക്ക് കൂടെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്, അവരെങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്ന് അപ്പറേ പറഞ്ഞു, ഇപ്പറേ അങ്ങനെ തന്നെ പറഞ്ഞു, രണ്ടുപേരും കൂടി. ആ വാക്ക് നുണയല്ല, അത് ലൈസ ബി കദ്ദാബിൻ, അത് നുണ പറഞ്ഞ ആളല്ല, നന്മ പറഞ്ഞ ആളാണെന്നാണ്. ആ ഒരു ഭാഗം നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം പ്രിയപ്പെട്ടവരെ നുണ പറയാമെന്ന് പറയാം. ഫോണിലാണെങ്കിലും ഞാനിപ്പോൾ വീട്ടിലാണല്ലോ പള്ളിയിലാണല്ലോ എന്നൊക്കെ പറഞ്ഞ്, പക്ഷെ നുണയാണ്, നമ്മൾ വേറെ എവിടെയാണ്. ആ വാക്ക് പോലും ഇബ്ലീസിൻ്റെ വർത്തമാനമാണ്. വളരെ സൂക്ഷിക്കണമെന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ഇബ്ലീസിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് മനസ്സിലാകുന്നത്. നീ കേട്ടോളൂ, ലാസ്റ്റൻഫൽ ഇജ്അലി മസ്വാഇദ, എനിക്ക് വേട്ടയാടാൻ വേണ്ടി, എനിക്ക് വേട്ടയാടണമല്ലോ, പിടികൂടാൻ പറ്റിയ ഒരു ചരക്ക് വേണം, വേട്ടമൃഗം വേണം എന്ന് പറഞ്ഞപ്പോൾ ഖാല അന്നിസാഉ എന്നാണ് പറഞ്ഞത്. സഹോദരിമാർ വളരെ കെയർ ചെയ്യേണ്ട ഭാഗമാണ്, ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്, ജാഗ്രത പാലിക്കേണ്ട ഭാഗമാണ്. അതായത് എനിക്ക് വേട്ടയാടി പിടിക്കാൻ, അതായത് പെട്ടെന്ന് ആളുകളെ പിടികൂടാൻ വേണ്ടി എനിക്കൊരു മാർഗം വേണം. അപ്പോൾ അത് സ്ത്രീകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്ന വിഭാഗത്തിന് മോശക്കാരല്ല, സ്വർഗീയ മനോഹരമായ സൗദത്തിൻ്റെ നേതാക്കന്മാരായി വരുന്നത്, സ്വർഗീയ അപ്സരസ്സുകളേക്കാൾ, സ്വർഗീയ സ്ത്രീകളേക്കാൾ, ഹൗർലിങ്ങളേക്കാൾ ബഹുമാനം, സ്വർഗത്തിൽ ലീഡർഷിപ്പ് അതും സ്ത്രീകളാണ്, അതും പെണ്ണുങ്ങളാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മനോഹരമായ സ്വർഗത്തിൻ്റെ വലിയ സ്ഥാനങ്ങൾ ഉല്ലസിക്കുന്നവരുണ്ട്. ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഹോദരിമാരുണ്ട് സ്വർഗത്തിൽ, സ്ത്രീകളുണ്ട്. എല്ലാം നരകത്തിലാന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. പക്ഷേ ഒരു വിഭാഗം ഇതിൽ സ്വർഗാവകാശിയിൽപ്പെടാതെ മാറിപ്പോയിട്ടുണ്ട്. അത് ഇബ്ലീസിൻ്റെ കെണിയിൽ പെട്ടുപോയവരാണ്.
ഇബ്ലീസിൻ്റെ താല്പര്യങ്ങൾ സംസാരമായാലും അല്ലെങ്കിൽ അന്യപുരുഷന്മാരുള്ള പെരുമാറ്റമായാലും അവരുമായിട്ടുള്ള കോണ്ടാക്റ്റിംഗ് ആയാലും അതേപോലെ തന്നെ ഹറാമുകൾ കാണുക കേൾക്കുക ഇതിലൊക്കെ കൂടുതൽ അവരെ പിടിക്കുന്നത് സഹോദരന്മാർ മോശമാണെന്നല്ല ഈ പറയുന്നത്, പക്ഷേ കൂടുതൽ ഇവരെ പിശാച് പെട്ടെന്ന് പിടികൂടുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണമെന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. അപ്പോൾ ഇബ്ലീസ് അള്ളാഹിനോട് ദുആ ചെയ്തു കാര്യങ്ങൾ, അള്ളാഹു മറുപടി കൊടുത്തു. ആ മറുപടി കൊടുത്തതിൽ നമ്മൾ ജാഗ്രത പാലിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ കുടുങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. ഈ കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീക്ക് ഭാഗ്യം നമുക്ക് തുറന്നു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله.